ഇതിന്റെ പേരിൽ നാടകത്തിൽ അഭിനയിക്കൊന്നും വേണ്ട. പിന്നെ ഡ്രസ്സിന്റെ മേക്കപ്പിന് കാശ് കൂടി പണം കുറച്ച് ചെലവാകും. അതാ പറഞ്ഞത്, കാശ് തരാത്തവർക്ക് നാടകത്തിൽ അഭിനയിക്കാനുണ്ട്. സാരമില്ല, പോട്ടെ. എന്നിട്ട് കാശ് എവിടെ പോയാ അറിയില്ല. അറിയില്ല. നീ വിഷമിക്കാതിരി, അത് ഇവിടെ എങ്ങാനും കാണും. എല്ലാരും പുറത്തേ, ഞാൻ ഓഫീസിൽ അന്വേഷിച്ചു തരാം. അതന്നെ ഞാൻ പറഞ്ഞ, പൈസ എവിടെയുള്ള കാര്യം എനിക്ക് പിടികിട്ടീന്ന്. അതവൻ എടുത്തിട്ടുണ്ടാവും. അല്ല, അതിന് അവൻ ഇങ്ങോട്ട് വന്നിരുന്നോ? വന്നിരുന്നു. കുറച്ചുനേരം എന്നോടൊപ്പം കളിക്കുകയും ചെയ്തു. എന്റെ ദീപ്തി, നീ അല്ലാതെ ആ കള്ളക്കുറുക്കന്റെ കൂടെ കളിക്കോ? എനിക്ക് മാറി നിന്ന് നോക്കാനില്ല. പെട്ടെന്ന് പിടിച്ചിട്ടോ, എന്നിട്ട് മതി നമ്മുടെ നാടകം. ഇവനെ കൊണ്ട് തോറ്റു. ഓരോ ദിവസവും എത്ര മോഷണ കേസാ ഇവന്റെ പേരിൽ. പിന്നെ മനുന്റെ മാത്രോ? യൂസഫന്റെയും നേത്രന്റെയും ഒക്കെ പൈസ അടിച്ചതാവനാ, പേരും കള്ളൻ. ഇതിനിടയിൽ ആഷ്നക്ക് കായിക മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടി 500 രൂപ അവന് അടിച്ചു മാറ്റില്ലേ? അവനെ സമ്മതിക്കണം. പാവ ആഷ്ന. എന്താ ചെയ്യാ, ഇങ്ങനത്തെ കള്ളവൻ എന്താ ചെയ്യാ? ആഷ്ണന്റെ കയ്യിലാത്ത പാവം കാശ് പോറ്റും. നീയൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നാ മതി. അതൊക്കെ അവന്റെ അടവാ. കള്ളത്തെ മറിച്ചു വെക്കാനുള്ള സൂത്രം. ഓനാരാ മോൻ? ജഗ ജില്ലയല്ലേ? നിങ്ങൾ കണ്ടോ ഇവൻ മോഷ്ടിക്കുന്നത്? ഞങ്ങൾ കണ്ടില്ല. എവിടെയൊക്കെ മോഷണം നടന്നോ അവിടെയൊക്കെ ഇവനുണ്ട്. അതുകൊണ്ട് കട്ട് ഇവനങ്ങ് ഉറപ്പിച്ചു. തെളിവൊന്നുമില്ലല്ലോ.
ഈ നാടകം ഇവിടെ വെച്ച് നിർത്താം. വാ ഗൗതമ, നമുക്ക് പോവാം.